ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ 2K സബ്സ്ക്രൈബേഴ്സായി. അതൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. എനിക്ക് ആലോചിക്കുന്ന സമയത്ത് അതൊരു ഒരു അനദർ മൈൽ സ്റ്റോൺ ആണ്. കാരണം നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും പാർവതിയും കൂടെ നാട്ടിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി, ഞാനും അവളും കൂടെ തന്നെയായിരുന്നു. നമ്മൾ തിരിച്ച് ഹൈദരാബാദിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അവളുടെ ഫെയർവെല്ലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സെലിബ്രേഷനും കൂടെ ഒരുമിച്ചാണ്. ചെറിയ സെലിബ്രേഷൻ കേട്ടോ, വലിയ വലിയ രീതിയിലല്ല, ചെറിയ കുഞ്ഞു 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 സെലിബ്രേഷൻസ്. അപ്പം എന്താണെങ്കിലും എന്തൊരു ചെറിയ ഒരു അച്ചീവ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ചെറിയൊരു കേക്ക്, എനിക്ക് ഹണി കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഹണി കേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു ഈ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് നിങ്ങളെ കാണിക്കാം. നിങ്ങളാണ് എന്നെ എത്ര ഇപ്പം 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അത് ബിക്കോസ് ഓഫ് യു ഗൈസ്. അപ്പം ഞാൻ ഓർത്തു നിങ്ങളുടെ കൂടെ തന്നെ അത് ഷെയർ ചെയ്യാന്നുള്ള. എൻ്റെ റൂംമേറ്റ് ഇവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. ബദൂരി എന്ന് ഞാൻ പറയുന്നില്ല, അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇത്രയും നേരം ഒരു ശല്യം എനിക്ക് സമാധാനം തരുന്നില്ലായിരുന്നു. ഇപ്പൊ കുറച്ച് സമാധാനം കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. കുറെ നേരം ഞാനിങ്ങനെ കേക്ക് കുടിച്ചോണ്ടിരിക്കുന്നു. എനിക്ക് തിന്നണം ഇവിടെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പോഴാണ് ഫൈനലി നമുക്ക് സമാധാനം കിട്ടിയത്. അപ്പം നമ്മുടെ ജേർണീനെ പറ്റി പറയണമെങ്കിൽ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് കുഞ്ഞൊരു എൻ്റെ ഒരു ജേർണീനെ പറ്റി ഞാൻ പറയാണ്. അപ്പം നമ്മുടെ കൊറോണയുടെ സമയം തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു യൂട്യൂബ് തുടങ്ങണം. ബിക്കോസ് എനിക്ക് എപ്പോഴും ഐ ഹാവ് ഓൾവേസ് വോണ്ടഡ് ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ. അപ്പോൾ എനിക്ക് അതിൻ്റെ പറ്റിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കിപ്പം എന്തെങ്കിലും ഒരു ടാലൻറ്റ് ഷോക്കേസ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ അതിൻ്റെതായ സോഷ്യൽ മീഡിയ ഉണ്ട്. അപ്പോൾ അങ്ങനെ യൂട്യൂബ് എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു തുടങ്ങിക്കോന്നു. ചേച്ചി സപ്പോർട്ടായിട്ടുണ്ട്. അത് കൊറോണയുടെ സമയത്താട്ടോ. അപ്പം കുറേ പേരൊക്കെ യൂട്യൂബ് തുടങ്ങുന്ന സമയം. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ ആദ്യം ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കി, ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ ഉണ്ടാക്കി. ആ വീഡിയോ എൻ്റെ ഇപ്പോഴും ഉണ്ട്. മറ്റേ ഈ പാട്ടായിരുന്നു, ഒരു ഇംഗ്ലീഷ് ഒരു പാട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? He said one day you leave this world behind. അത് ഏതായിരുന്നു ഈ പാട്ട്? So live a life you will remember. My father told me when I was just a child. These are the nights that never die. My father told me. ആ പാട്ടായിരുന്നു. അപ്പോൾ ആ പാട്ടാണ് ഇൻട്രോയിൻ്റെ സോങ്. അപ്പോൾ ആ പാട്ടൊക്കെ വെച്ചിട്ട് ഞാനൊരു തകർപ്പൻ ഇൻട്രോ വീഡിയോ ഒക്കെ ഉണ്ടാക്കി. എന്നിട്ട് അത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ അയച്ചു കൊടുത്തു കേട്ടോ. എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു യെസ് കമോൺ യു ക്യാൻ ഡു ഇറ്റ്. എന്നിട്ട് ഞാൻ കുറേ ഐഡിയാസൊക്കെ ഞാൻ എഴുതി വെച്ചു. എന്നിട്ട് പക്ഷേ എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആൾക്കാരെന്ത് വിചാരിക്കും, ശരിയാവുമോ, ഇനിയിപ്പോൾ ഞാൻ ചെയ്തിട്ട് എങ്ങാനും. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആൾക്കാരെ ഫേസ് ചെയ്യാൻ. ഇപ്പോൾ ആൾക്കാരെന്തെങ്കിലും എന്നെ പറ്റി പറയുമോ, ഞാനിത് ചെയ്തിട്ട് ശരിയല്ലേ. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പുട്ട് ourselves ഔട്ട് ദെയർ. നമുക്ക് ഇത് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മളെ തന്നെ വേറെ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കാണിക്കുക, അപ്പോൾ നമ്മളെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ അത് കൊറോണയുടെ സമയത്ത് ഞാൻ ആ ഇൻട്രോ വീഡിയോ ഉണ്ടാക്കി അവിടെ നിർത്തി. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു സ്റ്റാർട്ടിങ് കിട്ടിയില്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് വായിക്കോട്ടെ എന്തെങ്കിലും ആവട്ടെ. ഞാൻ പാട്ടിൻ്റെ കവേഴ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പാട്ടിൻ്റെ കവർ ഇടുമായിരുന്നു. ഹിമമഴ ഇട്ടിട്ടുണ്ടായിരുന്നു, മൊഴികൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാതിക്കൽ വെള്ളരിപ്രാവ് ഞാൻ പാടുകയും ചെയ്തു. അതിൻ്റെ കൊറിയോ പഠിച്ച്, ടീം മാച്ചിൻ്റെ കൊറിയോ പഠിച്ച് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഫുൾ കഴിഞ്ഞു. അതിന് തിരിച്ച് കോളേജിലേക്ക് വന്നു. കോളേജിൻ്റെ ബിസിയായി. 4th ഇയർ ആയി, 5th ഇയർ ആയി. അങ്ങനെ അത് മൊത്തം കഴിഞ്ഞ് തിരിച്ച് പിന്നെ ഒരു ഫൈനൽ ഇയറിൻ്റെ എക്സാമിൻ്റെ മുമ്പായിട്ട് നമുക്കൊരു സെം ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയപ്പം നമ്മുടെ ഈസ്റ്ററിൻ്റെ സമയം കേട്ടോ. അപ്പോൾ ഈസ്റ്ററിൻ്റെ സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ നോർമൽ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഞാൻ തന്നെ സ്വന്തം പാടിയിട്ട് ഞാൻ തന്നെ പള്ളി പോകുന്ന റെഡിയാവുന്ന വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഞാൻ ഇട്ടത് നമ്മുടെ ഈ സോളമനും ശോഷനയും അതാ ഇട്ടത്. അപ്പം അതിൻ്റെ കൂടെ ഞാനത് അന്ന് എന്തായിരുന്നു, പെസഹ വ്യാഴാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പോൾ പെസഹ വ്യാഴാഴ്ച മോണ്ടി തേഴ്സ്ഡേ ഞാൻ റെഡിയാവുന്ന വീഡിയോ വിത്ത് ഞാൻ ഈ പാട്ട് പാടുമായിരുന്നു. അപ്പം അങ്ങനെ ഇട്ട് പെസഹ വ്യാഴാഴ്ച ഇട്ടു, ഗുഡ് ഫ്രൈഡേ ഇട്ടു, അത് ഇനി ഈസ്റ്ററിനും ഇട്ടു. അപ്പം എൻ്റെ കസിൻ ചേട്ടനുണ്ട്, അമൽ ചേട്ടൻ, എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ മോനാണ്. അമൽ ചേട്ടൻ എന്നാണ് പേര്. അപ്പോൾ പുള്ളി ഒരു യൂട്യൂബറാണ്. അപ്പോൾ പുള്ളിയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അബ്രോഡിഫൈ എന്നാണ്. അപ്പം പുള്ളി ഒരു യൂട്യൂബറാണ്. അപ്പോൾ പുള്ളി എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്നെ വീട്ടിൽ വിളിക്കുന്ന ചിന്നു എന്നാണ് കേട്ടോ. ചിന്നുവിനെ വേണ്ടാത്തൊരു ചിന്നുവിനും വേണമോ എൻ്റെ പൊന്നെ, അത് ഞാൻ കേട്ട് മടുത്ത്. അപ്പോൾ ചിന്നു എന്നാണ്. അപ്പോൾ എന്നോട് അമൽ ചേട്ടൻ ഇങ്ങനെ വന്ന് പറഞ്ഞു, എന്നാൽ പിന്നെ ചിന്നു നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൂടെ, യൂട്യൂബ് ട്രൈ ചെയ്ത് നോക്ക്, നിനക്ക് നിൻ്റെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാം. അപ്പം എനിക്ക് ആ ഒരു പുഷ് തന്നത് അമൽ ചേട്ടനാണ് ഇനീഷ്യലി. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ. എന്നിട്ട് അമൽ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെയ്ത് നോക്ക്, യു ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ
ജസ്റ്റ് ആ ഒരു വേറെ ഒന്നും ഞാൻ ചിന്തിക്കാൻ നിന്നില്ല. ഐ വാസ് ലൈക്ക് ഓക്കെ ചെയ്യാം, ഒന്നും വേണ്ട, ലൈക്ക് നമ്മളങ്ങ് അധികം ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യത്തില്ല. അപ്പം ഞാൻ അങ്ങ് ചെയ്തു. അങ്ങനെ തുടങ്ങി. പിന്നെ ആ ഒരു ഗിയറപ്പായി. ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ തുടങ്ങി. ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഭയങ്കര ലൈക്ക് ദെയർ വർ ഡേയ്സ് ഞാനിങ്ങനെ ഇരുന്നിട്ട് എനിക്കൊന്നും ചെയ്യേണ്ട, എനിക്ക് വയ്യ, എനിക്ക് മടുത്തെന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ റെസ്റ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാനിങ്ങനെ ഇങ്ങനെയല്ല. നമുക്ക് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് മനസ്സിന് റെസ്റ്റ് വേണ്ട സമയത്ത് നമ്മൾ റെസ്റ്റ് കൊടുക്കുക തന്നെ വേണം. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ ചെയ്ത് നമ്മളിപ്പോൾ ഒരു 4 മാസം എങ്ങാനും കഴിഞ്ഞു. ഇപ്പോൾ 2000 സബ്സ്ക്രൈബേഴ്സായി. എനിക്കിതൊരു വലിയ കാര്യമാണ്. പക്ഷെ ഞാൻ ഉള്ളിലിങ്ങനെ ഉണ്ട്, ഇനിയും വീഡിയോസിന് റീച്ച് കിട്ടണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ആൻഡ് എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇവിടെ നിൽക്കുന്ന ഈ പിശാശ് എൻ്റെ റൂംമേറ്റ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോയിൽ വരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരാണ് എൻ്റെ മെയിൻ ആൾക്കാർ. അപ്പം അവരൊക്കെ ലൈക്ക് സപ്പോർട്ടായി നിൽക്കാറുണ്ട്. ലൈക്ക് നീ ചെയ്തോ എന്നുള്ള രീതിയിൽ നിൽക്കാറുണ്ട്. അപ്പം എന്തായാലും അതിൻ്റെ ഒരു ഇതായിട്ട് നമ്മൾ 2K സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ഇതായതുകൊണ്ട് തന്നെ നമ്മൾ ഹണി കേക്ക് കഴിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു ഗായ്സ്. കൈയടിക്കടി സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഗൈസ് ഞാൻ തള്ളിയത്, ഒരു സപ്പോർട്ടും ഇല്ല. നിനക്ക് ചോക്ലേറ്റ് കേക്ക് ഇല്ല, നീ ഹണി കേക്ക് കഴിച്ചാൽ മതി. നമ്മൾ ഹണി കേക്ക് കഴിക്കില്ല, ചോക്ലേറ്റ് കേക്ക് കൂച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കഴിക്കാം. ഓക്കെ, യെസ്, നമ്മൾ 2K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ജേർണിയിൽ ത്രൂ ഔട്ട് നിങ്ങൾ ഉണ്ടാവണം. ഇനി ഞാൻ പതുക്കെ 10K അടിക്കട്ടെ, 50K അടിക്കട്ടെ, 100K അടിക്കട്ടെ. എല്ലാത്തിനും ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ് റൈറ്റ് നൗ. എല്ലാത്തിനും ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ. പിന്നെന്താ പറയണ്ടേ, ഒരു മിനിറ്റ്. എന്താ വേണോ? ഒരു ബൈറ്റ് വേണമെങ്കിൽ വാ. നാണമില്ലാത്തപ്പോ കേട്ടാ, വന്ന് കഴിക്കുകയും ചെയ്തു. എന്നിട്ട് അവൾക്ക് അവളുടെ ചോക്ലേറ്റ് കേക്ക് വേണം. ഒന്നും പറയാനില്ല എനിക്ക് ഗൈസ്. ഇങ്ങനത്തെ ഒക്കെ മുതലുകളാണ് ഓക്കെ ഉള്ളത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? പുറത്ത് പോവാ, അപ്പുറത്തൊരു കടയുണ്ട്, സ്വന്തം നടന്നു പോവാ, മേടിക്കാം, അത്രേ ഉള്ളൂ. ഞാൻ ഇറങ്ങില്ല ഞാൻ ഇവിടെ നിന്ന്. അപ്പൊ എന്തായാലും ഇത് ഞാൻ കഴിച്ചു തീർക്കാണ്. അങ്ങനെ നമ്മൾ 2K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ്. ഇനി എൻ്റെ വീഡിയോസ് കാണാം, ഇനി എന്നെ സപ്പോർട്ട് ചെയ്യാം. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you in the next video guys. അപ്പൊ ടാറ്റ ബൈ. അത് വേണ്ടായിരുന്നു. ടാറ്റ ബൈ.